നമുക്ക് എല്ലാം കുഴച്ചെടുത്ത് വെച്ചു. അപ്പം പുഴുങ്ങിയല്ലോ, ഇനി നമുക്ക് ചൂടാനുള്ള പണി കേട്ടോ. അടപ്പത്താണ് വെക്കണത്. അപ്പോൾ ചീനച്ചട്ടി, വാർക്ക ചീനച്ചട്ടി ഉണ്ടോ, അടികട്ടിയുള്ള ചീനച്ചട്ടി ഉണ്ടാക്കണം. ഉരുളി, ഇതിങ്ങനത്തെ ഉരുളി ഉണ്ട്, പക്ഷെ അതിൻ്റെ മുകളിൽ വെച്ച് ഉണ്ടാക്കുന്ന ഇതൊന്നുമില്ല, അതിന് സമയമില്ല. അപ്പം നമുക്ക് ഉഴുന്ന് വറുത്ത് പൊടിച്ചു, അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ അത് കൂടാണ്ട് തേങ്ങ വറുത്തത്, ഉള്ളിയും കരിവേപ്പിലയും കൂടി വറുത്തത്, ജീരപ്പൊടി ഇട്ട് കുഴച്ച് വെച്ചു. നമുക്കിനി ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാം. നല്ല വൃത്തിയോടും കൂടി ഉണ്ടാക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് അടുപ്പം തറ അത് ഇതെല്ലാം തുടച്ച് പറക്കി കൈയൊക്കെ നല്ലപോലെ കഴുകി നല്ലപോലെ ഉണ്ടാക്കണം. എന്തും നമ്മൾ അതേ ആചാരത്തിൽ ചെയ്താലേ അതിന് പ്രയോജനമുള്ളൂ. എണ്ണ ഒഴിക്കുകയാണ്, ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക. ആൾക്കാർ പറയും വെളിച്ചെണ്ണ കോരി ഒഴിച്ച് ഉരുളിക്കകത്ത് ചൂടണം. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തോരം വെളിച്ചെണ്ണ, ചിലപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ കോരി വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ. സ്വർണ്ണം മേടിക്കാൻ അത്ര പോലും വിലയില്ല. ഇന്നലെ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ വില അറിയില്ലായിരുന്നു, ഒന്നിച്ച് മേടിക്കും. ഇന്നലെ കടയിൽ പോയി മേടിച്ചപ്പോൾ ഞാൻ എൻ്റെ അടപ്പുള്ളിൽ പോയി. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നോർത്തുകൊണ്ട് നമുക്ക് ചെയ്യാതിരിക്കാം. വെളിച്ചെണ്ണ തന്നെ വേണ്ടേ, പച്ചവെള്ളം ഒഴിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് പരത്തി കൊടുക്കാം. എണ്ണയിൽ കൈയൊക്കെ പൊള്ളാണ്ട് എണ്ണ തെറിക്കാതെ നമുക്ക് ഇങ്ങനെ പരത്തി കൊടുത്ത് അവിടെ ഇരുന്ന് ചെറിയ തീയിൽ ഉണങ്ങി വരുന്നതിൻ്റെ അനുസരിച്ച് ചിരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് പൊക്കോളും. അങ്ങനെ കയ്യിലേക്ക് എണ്ണ തെറിക്കുക. ദൈവമേ, അവിടെ നിന്ന് പതുക്കെ പരത്തണം. നമുക്ക് നല്ലൊരു തവി എടുത്തിട്ട് തവി ഒന്ന് കഴുകി വൃത്തിയാക്കി, എണ്ണ തെറിക്കാതിരിക്കാൻ ചെയ്യണമൊക്കെ ഞാൻ. എണ്ണ തെറിക്കാതെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒരേ വലിപ്പം, ഒരേ കനം വരും. ഉണ്ടോ, എണ്ണ ഉണ്ടോ തവിയിൽ വരുന്നത് ഉണ്ടോ? അങ്ങനെ വെളിച്ചെണ്ണ നോക്കുമ്പോൾ എങ്ങനെയോ എന്നിട്ടത് 4 വശം ഒഴിച്ചു കൊടുത്താലും അങ്ങോട്ട് വരും. ഇനി അവിടെ നിന്ന് പൊരിയട്ടെ. അടിയിൽ വെളിച്ചെണ്ണയുണ്ട്. ഇനി അങ്ങനെ പൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഇനി അത് മൂടണം. മൂടപ്പാത്രം എവിടെയാ മൂടപ്പാത്രം? ഇതാ വരും. നമുക്ക് മൂടാം. ഇതിൻ്റെ മേളിൽ മൂടിയിട്ട് തീ കൊടുക്കണം. പക്ഷെ ഞാൻ അങ്ങനെയും ചെയ്യുന്നില്ല, അറകാലൊക്കെ പൂട്ടിപ്പോയി, അതൊന്നുമില്ല. ഇപ്പം ചെറിയ തീയിൽ, ഇത് വലിയ തീയാണല്ലോ. ചെറിയ തീ എന്ന് പറഞ്ഞ് നിങ്ങളോട് കാണിച്ചിട്ട് വലിയ തീ വരുമ്പോൾ ആ ചേച്ചി എന്നാ പറയണമെന്നോ ചെയ്യണമെന്നോന്ന് വിചാരിക്കില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. തീ കത്തിപ്പോയില്ല. തീയല്ലേ കത്തും. നമ്മൾ നോക്കിയാൽ നോട്ടത്തില്ലാത്ത രീതിയിൽ കത്തിപ്പോവില്ല അല്ലേ? അപ്പോൾ അത് ചെറിയ തീയിൽ അവിടെ ഇരുന്നുകൊണ്ട് വേവട്ടെ. ചകിരിയൊന്നുമില്ല, അല്ലെങ്കിൽ ചകിരി ഇട്ട് കൊടുക്കാമായിരുന്നു. അപ്പോൾ എല്ലാം റെഡിയായി. ഇനി 4 മണി 5 മണിയാകുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കി വയർത്തിരിക്കുകയല്ലേ. ഒന്നും കൂടെ കുളിയൊക്കെ കഴിഞ്ഞ് തേങ്ങ പിഴിഞ്ഞ് ചിരണ്ടി പാലെടുത്ത് ചുക്കുപൊടിയും ഏലക്കായും ശർക്കര ഉരുക്കി ഒഴിച്ച് നമുക്ക് പാല് കാച്ചണം. എന്നിട്ട് വേണം 7:30 ആകുമ്പോൾ പിള്ളേരൊക്കെ വരും. നമുക്ക് പെസക അപ്പം മുറിച്ച് തിന്നാനും നമ്മുടെ അയൽക്കാർക്കൊക്കെ, എൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ. അയൽക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് 2 പ്രിയപ്പെട്ട അയലൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണം. പിന്നെ എൻ്റെ കൂട്ടുകാരിക്ക് കടയിലൊക്കെ ഉണ്ട്, അവിടെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളിതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചേച്ചീനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മ കുറ്റങ്ങളും എൻ്റെ ഭാഗത്ത് നിന്ന് ഇത് ഈ വീഡിയോ പഠിക്കുമ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി പാല് കാച്ചി അപ്പം മുറിക്കുമ്പോൾ വീഡിയോ ഇടാം. എല്ലാവരും വരണം. സബ്സ്ക്രൈബ് മറക്കാതെ. ഒത്തിരി നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, 5-8 മാസമായി വീഡിയോ ഇട്ടിട്ട്. കാരണം എനിക്ക്
മനസ്സിനും വിഷമം, മനസ്സ് ബുദ്ധിമുട്ട്, ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു, പിന്നെ വീഡിയോ ഇടാൻ പറ്റുന്നില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് ഫോൺ എടുത്ത് വീഡിയോ പിടിച്ച് തന്നാലാണ് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം മോള് വന്നപ്പോൾ എനിക്ക് ഫോൺ മാറ്റി മേടിച്ചു തന്നു. അല്ലെങ്കിൽ ഇപ്പോൾ 1 കോടി ഇതൊക്കെ ആയേനെ, സബ്സ്ക്രൈബർ 1 കോടി. എല്ലാവരും എന്നോട് ടൗണിലൊക്കെ ചെന്ന് പറയുക, ചേച്ചി എന്താ വീഡിയോ ഇടാത്തത്, ചേച്ചി എന്ത്, ചേച്ചിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ലേ ഇടാത്ത എന്തെന്ന്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നല്ലവരായ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പെസഹ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു. എനിക്കും എൻ്റെ കുടുംബത്തേക്കും വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തേക്കും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ പെസഹ ഞാൻ ആഘോഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പാല് കാച്ചുമ്പോൾ കാണിച്ചു തരാം കേട്ടോ.